വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. എറ്റേണലിൽ വന്ന ഡ്രാമയുടെ 17ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പെട്ടി തുറന്നപ്പോൾ മുറിയിൽ പറഞ്ഞ പ്രകാശം കണ്ട് ഷെങ്ങും ടാനും അമ്പരക്കുന്നു. മന്ത്രി അതിനുള്ളിൽ നിന്ന് വീണ്ടും ഒരു ചെറിയ ബോക്സ് പുറത്തെടുത്ത് വെച്ചിട്ട്, ഇതാണ് ഞങ്ങളുടെ സ്വത്തായ സോൾ സപ്രസിംഗ് ഓർബ് ഇരിക്കുന്ന ഈ ജെയ്ഡ് ബോക്സ്. ഇത് ഇന്ന് വരെ പുറത്തുള്ള ആരെയും കാണിച്ചിട്ടില്ല. ക്യൂ കുടുംബത്തിലെ ഒരാളുടെ ബ്ലഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബോക്സ് തുറക്കാൻ കഴിയുകയുള്ളൂ. ഈ ജെയ്ഡ് ബോക്സ് തുറക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. ഷെങ്ങിന്റെ മുത്തശ്ശന് അധികാരമേറ്റപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ അന്നത്തെ അവകാശി ഇത് സമ്മാനമായി നൽകി. അതിനുശേഷം ഇത് രാജകൊട്ടാരത്തിൽ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. ഷെങ്ങിന്റെ മുത്തശ്ശൻ രാജ്യം ഉപേക്ഷിച്ച് വനവാസത്തിന് പോയ സമയത്ത് ഇത് വീണ്ടും ക്യൂ കുടുംബത്തിന് തിരികെ നൽകി എന്ന് മന്ത്രി അവരോടായി പറയുന്നു. താൻ ആകാംക്ഷയോടെ ആ ബോക്സ് തുറന്ന് നോക്കാനായി അടുത്തേക്ക് വന്നപ്പോൾ മന്ത്രി അവളെ വിലക്കിയിട്ട്, അതിലൊരു സീലുണ്ട്, അതിൽ തൊടരുത്, എഴുന്നേറ്റ് മാറാൻ പറയുന്നു. ഇതിപ്പോൾ എനിക്ക് തന്നതല്ലേ, ഇനി ഞാൻ തൊട്ടാൽ എന്താണ് കുഴപ്പം എന്നവൾ ചോദിച്ചപ്പോൾ, നിനക്കെന്നല്ല, നമ്മുടെ കുടുംബത്തിൽ ഞാനല്ലാതെ മറ്റാർക്കും അതിൽ തൊടാൻ കഴിയില്ല. കുട്ടിക്കാലത്തൊരിക്കൽ കളിക്കടയിൽ നീ തൊട്ടത് ഓർമ്മയില്ലേ? അന്ന് നിനക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇതിങ്ങനെ രഹസ്യമായി സൂക്ഷിക്കാൻ തുടങ്ങിയത് എന്ന് മന്ത്രി പറഞ്ഞെങ്കിലും ടാനിന് അതത്ര വിശ്വാസം വരുന്നില്ല. പാനർക്ക് നേരിടേണ്ടി വന്ന ആപത്തിന് ശേഷം എല്ലാവരുടെയും തനിനിറം തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് എൻ്റെ മനസ്സിപ്പോൾ മരവിച്ചിരിക്കുകയാണ്. ഇനി അധികാരത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ ഞാൻ ഇടപെട്ടില്ല. യുവരാജാവ് ഈ ഓർബ് കൈക്കലാക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മന്ത്രി ഷെങ്ങിനോടായി പറയുന്നു. ഇതെൻ്റെ മുത്തശ്ശൻ ഏൽപ്പിച്ചിട്ട് പോയതുകൊണ്ട് സിംഹാസനം കൈക്കലാക്കുന്നതുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഷെങ് ചോദിക്കുന്നു. യുവരാജാവ് ഇതിൻ്റെ ശക്തിയെക്കുറിച്ച് എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതിന് സിംഹാസനവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മന്ത്രി അറിയിക്കുന്നു. മുത്തശ്ശൻ ഇത് മന്ത്രിയെ ഏൽപ്പിച്ചിട്ട് പോയതിനും ഞാനും ടാൻഡറും തമ്മിലുള്ള വിവാഹം മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചതിനും എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമെന്ന് ഷെങ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അനുവാദം പോലും ചോദിക്കാൻ നിൽക്കാതെ പാനർ അവിടേക്ക് വന്ന് കയറുന്നു. നമ്മുടെ കുടുംബസ്വത്തിന് ഏറ്റവും കൂടുതൽ അർഹത മൂത്ത മകളായ എനിക്കാണ്. ഇത് ടാൻഡർക്ക് നൽകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മന്ത്രിക്ക് തടയാൻ കഴിയുന്നതിന് മുമ്പേ അവൾ ആ ബോക്സ് എടുക്കാനായി മുന്നോട്ട് പോകുന്നു. അവൾക്ക് കൊടുക്കാതിരിക്കാൻ ടാനും വേഗം അങ്ങോട്ട് ഓടുന്നു. രണ്ടുപേരും ഒരുമിച്ചാണ് ബോക്സിൽ തൊട്ടെങ്കിലും പാനർ ഷോക്ക് അടിച്ചതുപോലെ തെറിച്ച് ദൂരേക്ക് വീഴുന്നു. ടാന് പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ഷെങ്ങും മന്ത്രിയും ആകെ അമ്പരക്കുന്നുണ്ട്. ടാനർക്ക് മുമ്പതിൽ തൊടാൻ കഴിയില്ലായിരുന്നല്ലോ, ഇപ്പോൾ പിന്നെ എങ്ങനെ സാധിച്ചു എന്ന് മന്ത്രി അമ്പരപ്പോടെ ചിന്തിച്ചെങ്കിലും ബോധമില്ലാതെ കിടക്കുന്ന പാനറുടെ അടുത്ത് അദ്ദേഹം വേഗം ഓടുന്നു. പാനർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ടാൻ ചോദിച്ചപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, അവളും ക്യൂ കുടുംബത്തിലെ അംഗമായതുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിക്കില്ല, ബോധം വീഴാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ എന്ന് മന്ത്രി അറിയിക്കുന്നു. ഷെങ് തൻ്റെ അനുയായികളെ വിളിപ്പിച്ച് പാനറെ എടുത്ത് അവളുടെ കൊട്ടാരത്തിൽ കൊണ്ടാക്കാൻ നിർദ്ദേശിക്കുന്നു. സോൾ സപ്രസിംഗ് ഓർബ് സുരക്ഷിതമായി സൂക്ഷിച്ചുകൊള്ളണമെന്ന് ഷെങ്ങിനോട് ഒന്നുകൂടി നിർദ്ദേശിച്ചിട്ട് മന്ത്രിയും പാനർക്കൊപ്പം പോകുന്നു. ഈ ഓർബ് എന്തായാലും ഡോങ്ങി സാമ്രാജ്യത്തിലെ ആണെന്ന് തോന്നുന്നില്ല. എവിടെ നിന്നായിരിക്കും ഇത് ഇവിടെ വന്നിട്ടുണ്ടാകുക? ഇനി അതിൻ്റെ ഉടമ നീ ആയിരിക്കുമോ? നിനക്കതിൽ തൊടാൻ കഴിയുന്നുണ്ടല്ലോ എന്നൊക്കെ പല സംശയങ്ങളും ഷെങ് ടാനിനോട് പറയുന്നു. ടാനും വ്യക്തമായ ഒരു ഉത്തരം കിട്ടുന്നില്ല. എനിക്കിതെല്ലാം കൂടി ആലോചിച്ച് തല പോയിക്കാൻ വയ്യ എന്നവൾ പറഞ്ഞപ്പോൾ, ഇനി നമുക്ക് പിന്നീട് ആലോചിക്കാം, ഇപ്പോൾ നേരത്തെ പോയി കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞ് ഷെങ് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവരറിയാതെ അവിടെ നടന്നെല്ലാം മുഖംമൂടിധാരികൾ മറിഞ്ഞ് കാണുന്നു കേൾക്കുന്നുമുണ്ടായിരുന്നു. അവർ ഉടൻ തന്നെ വിജനമായ ഒരു സ്ഥലത്തെത്തി തങ്ങളുടെ മാസ്റ്ററെ വിളിച്ചു വരുത്തുന്നു. സോൾ സപ്രസിംഗ് ഓർബ് കൈക്കലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നറിഞ്ഞപ്പോൾ മാസ്റ്റർ തൻ്റെ ശക്തി അവർക്ക് നേരെ പ്രയോഗിച്ച് അവരെ ശിക്ഷിക്കാൻ തുടങ്ങുന്നു. രണ്ടുപേരും ക്ഷമ പറഞ്ഞുകൊണ്ട് അത് കൈക്കലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പ്രധാന വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടാനർക്ക് സോൾ സപ്രസിംഗ് ഓർബിൽ തൊടാൻ കഴിയുമെന്നറിയിക്കുന്നു. മാസ്റ്റർ അത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവസാനം അതിൻ്റെ ഉടമയെ കണ്ടെത്തിയല്ലേ, ഇനി നിങ്ങൾ എത്രയും പെട്ടെന്ന് അവളെ ഏതു വിധേനയും കൊല്ലണം എന്ന് അവർക്ക് നിർദ്ദേശം നൽകുന്നു. പക്ഷേ ഷെങ്ങും ലിയൂഷിയും അവളുടെ രക്ഷയ്ക്കുള്ളപ്പോൾ അതിന് സാധിക്കുമെന്ന് തോന്നില്ല എന്നവർ പറഞ്ഞപ്പോൾ, എങ്കിൽ ഈഹുവായിയെ പോയി കണ്ട് ടാനറെ കൊല്ലാൻ എന്താണ് വഴിയെന്ന് അന്വേഷിക്കാൻ അയാൾ നിർദ്ദേശിക്കുന്നു. ഷെങ്ങും ടാനും സോൾ സപ്രസിംഗ് ഓർബിൻ്റെ ബോക്സും മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. ടാനറെ വിളിച്ചു വരുത്തി കുട്ടിക്കാലത്ത് അവൾക്ക് ഇതുകൊണ്ട് അപകടം പറ്റിയെന്നും മന്ത്രി പറഞ്ഞ സത്യം തന്നെയാണോ എന്ന് അന്വേഷിച്ചാലെന്ന് ടാൻ ചോദിച്ചപ്പോൾ ഷെങ്ങും സമ്മതിക്കുന്നു. ടാനറെ പുറത്ത് കൊണ്ടുവരാൻ ടാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു നോക്കിയെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല. എന്താണിതിപ്പോൾ വർക്കൗട്ട് ആകാത്തത് എന്ന് രണ്ടുപേരും തലപുകഞ്ഞ് ആലോചിക്കുന്നു. ഈ ഓർബിൻ്റെ ശക്തി കൊണ്ടായിരിക്കുമോ എന്ന് ഷെങ് സംശയിക്കുന്നുണ്ട്. ഓർബ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കിതുവരെ അറിയില്ലല്ലോ, ഇതൊന്നും തുറന്നു നോക്കിയാലോ എന്ന് പറഞ്ഞ് ടാൻ അതിൽ തൊടാൻ ചെന്നെങ്കിലും ഇതിനെക്കുറിച്ച് നമുക്കിപ്പോഴും പൂർണ്ണമായി അറിയാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്ന് പറഞ്ഞ് ഷെങ് അവളെ തടയുന്നു. നിരാശയോടെ പിന്മാറുന്ന കൂട്ടത്തിൽ, ഈ ഓർബിന് എന്നെ എൻ്റെ യഥാർത്ഥ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയും എന്ന് ലിയൂഷി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നവൾ പറയുന്നു. ഷെങ് അപ്പോഴാണ് ആ വിവരം അറിയുന്നത്. അവനാകെ വല്ലാതെ ആകുന്നുണ്ട്. അവൻ്റെ ഭാവം കണ്ടപ്പോൾ, ഞാൻ നിന്നെ വിട്ടുപോകുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ടാൻ സോറി പറയുന്നു. ഷെങ് എഴുന്നേറ്റ് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചിട്ട്, ഈ പിടിവിട്ടാൽ നീ എന്നെ വിട്ടുപോയി കളയുമോ എന്ന് എനിക്ക് പേടിയാണ് എന്ന് പറയുന്നു. ജീവിതത്തിലും മരണത്തിലും നമ്മൾ ഒരുമിച്ചായിരിക്കുമെന്ന് നമ്മൾ പ്രോമിസ് ചെയ്തതല്ലേ, നമ്മൾ ഒരിക്കലും പിരിയില്ല എന്ന് പറഞ്ഞവൾ അവനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ ഓർബ് തൽക്കാലം ഞാൻ സുരക്ഷിതമായി വെച്ചോളാമെന്ന് ഷെങ് പറഞ്ഞപ്പോൾ, ഇതെൻ്റെ കുടുംബസ്വത്തല്ലേ, ഞാനല്ലേ ഇത് സൂക്ഷിക്കേണ്ടത്, അതോ ഞാൻ നിന്നോട് പറയാതെ ഇവിടെ നിന്ന് പോയി കളയുമോ എന്ന പേടിയാണോ എന്ന് ചോദിച്ച് ടാൻ ദേഷ്യപ്പെടുന്നു. ഇത് കൈക്കലാക്കാൻ വേണ്ടി ചില ശ്രമങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് നിനക്ക് അപകടം ഉണ്ടാക്കുമെന്ന പേടി കാരണമാണ് ഞാൻ സൂക്ഷിച്ചോളാമെന്ന് പറഞ്ഞതെന്ന് ഷെങ് പറഞ്ഞപ്പോൾ ടാനും അത് ശരിയാണെന്ന് തോന്നുന്നു. നമുക്ക് ലിയൂഷിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചാലോ, അദ്ദേഹത്തിന് ചിലപ്പോൾ എന്തെങ്കിലും അറിയാമായിരിക്കുമെന്ന് ടാൻ പറഞ്ഞത് ഷെങ്ങും സമ്മതിക്കുന്നു. ടാനറെ കൊല്ലണമെന്നുള്ള ആവശ്യവുമായി മുഖംമൂടിധാരികൾ ഇഹുവായിയെ പോയി കണ്ടെങ്കിലും നിങ്ങളുടെ വാക്ക് കേട്ട് മുമ്പ് അവളുടെ മനസ്സിനെ വിഷമിപ്പിക്കേണ്ടി വന്നതുകൊണ്ടാണ് അവളിപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങിയത്. ഇനി ഇങ്ങനത്തെ ആവശ്യമായി മേലിൽ എൻ്റെ മുന്നിൽ വന്നേക്കരുത്. അവളെ ഉപദ്രവിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളെയും ഞാൻ വെറുതെ വിടാൻ പോയില്ല
വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഈഹുവായി അവിടെ നിന്ന് പോകുന്നു. ഷെങ്ങുൻ ടാനും ലിയൂഷിയുടെ ആശ്രമത്തിലെത്തിയപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ടാൻ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നും അദ്ദേഹം അവിടേക്ക് ചാടി വീഴുന്നുണ്ട്. ഷെങ്ങിൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടിയതിൽ അദ്ദേഹം സന്തോഷം അറിയിക്കുന്നു. സോൾ സപ്രസിംഗ് ഓർബ് എൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ടെന്ന് ടാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അവിശ്വസനീയതയോടെ നിനക്കതിൽ തൊടാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് ഷെങ് ശ്രദ്ധിക്കുന്നു. തൊടാനൊക്കെ പറ്റി, വിശദവിവരമൊക്കെ പിന്നെ പറയാം. എനിക്ക് എന്താണ് ഇപ്പോൾ ടാനറെ വിളിച്ചു വരാൻ കഴിയാത്തത് എന്ന് ആദ്യം പറയാൻ ടാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം കുറച്ച് സമയം ആലോചിച്ചിട്ട് സോൾ സപ്രസിംഗ് ഓർബിൻ്റെ ശക്തി കാരണം നിന്റെ സോൾ കൂടുതൽ ശക്തമായതും ടാനർ സോൾ വീക്കായതുമായിരിക്കും. അതിന് കാരണം എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ തന്ന ഫ്ലൂട്ട് വായിച്ചു പഠിക്കുന്നുണ്ടോ, അതെവിടെയെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാനത് കൊണ്ടുവരാൻ മറന്നു എന്നവൾ പറയുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നീ എപ്പോഴും അത് കൂടെ തന്നെ കൊണ്ടു നടക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അടുത്ത തവണ തമ്മിൽ കാണുമ്പോൾ നന്നായി ഫ്ലൂട്ട് വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ നന്നായി വായിച്ചു പഠിക്കാം, ആ ഓർബ് കൊണ്ട് എന്താണ് ഉപയോഗമെന്ന് പറയാമെന്ന് അവൾ ചോദിക്കുന്നു. അടുത്ത തവണ കാണുമ്പോൾ എനിക്ക് തൃപ്തിയാവുന്ന വിധം നീ നന്നായി ഫ്ലൂട്ട് വായിച്ചാൽ അപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു. അത് സംബന്ധിച്ച് ടാനും ഷെങ്ങും അവിടെ നിന്നും മറങ്ങുന്നു. അദ്ദേഹം എന്തോ രഹസ്യം ഒളിപ്പിക്കുന്നുണ്ടെന്ന് ഷെങ് ടാനോട് പറയുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞപ്പോൾ 100 വർഷങ്ങൾക്ക് ശേഷം അവസാനം നീയും ഓർമ്മ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണല്ലേ, ഞാനിതിനാണ് കാത്തിരുന്നത് എന്ന് ലിയൂഷി പറയുന്നുണ്ട്. ഷെങ്ങും ടാനും മടങ്ങുന്ന വഴി അവരെ കാത്തുനിന്ന മുഖംമൂടിധാരികൾ അവരുടെ രഥം തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നു. ഷെങ് ടാനിനെയും കൊണ്ട് രഥം തകരുന്നതിന് മുമ്പ് മുകളിലേക്ക് പൊങ്ങിയുയർന്ന് പുറത്ത് കടക്കുന്നു. ഷെങ്ങും അവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. ടാനാണ് അവരുടെ ലക്ഷ്യമെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. ഇടയ്ക്ക് ടാനിന് നേരെ ഒരാൾ വാളുമായി ചെന്നപ്പോൾ ഷെങ്ങിന് എത്താൻ കഴിയുന്നതിന് മുമ്പ് ഈഹുവായി അവിടെ എത്തി അവളെ രക്ഷിക്കുന്നു. ഷെങ്ങിന് ഒറ്റയ്ക്ക് നിങ്ങളെ നേരിടാൻ കഴിയില്ലെന്ന് വന്നേക്കാം, പക്ഷേ ഞാൻ കൂടി ചേർന്ന് ആക്രമിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജീവനോടെ പോകാൻ കഴിയില്ല എന്ന് ഈഹുവായി അവരോട് പറയുന്നു. ഞങ്ങളുടെ പദ്ധതി മുഴുവൻ നശിപ്പിച്ചു അല്ലേ, നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് ഈഹുവായിക്ക് താക്കീത് നൽകിയിട്ട് അവരവിടെ നിന്ന് പോകുന്നു. തങ്ങളെ സഹായിച്ചതിന് ഷെങ് ഈഹുവായിക്ക് നന്ദി അറിയിക്കുന്നു. അവർ ഇതിന് താങ്കളോട് പ്രതികാരം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഷെങ് പറഞ്ഞപ്പോൾ അത് നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്ന് പറഞ്ഞ് ഈഹുവായി അവിടെ നിന്ന് പോകുന്നു. പേടിച്ചു നിൽക്കായിരുന്ന ടാനിനെ ഷെങ് ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കുന്നുണ്ട്. ഈഹുവായി കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയപ്പോൾ ആ ദുഷ്ടശക്തികൾ ആൾറെഡി അതിനുള്ളിൽ കടന്നിരുന്നു. ഒരാൾ മുന്നിലൂടെ വന്ന് അവനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റേ പുറകിൽ കൂടി വന്ന് അവൻ്റെ മർമ്മസ്ഥാനത്ത് എന്തോ പ്രയോഗിച്ച് അവൻ അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാക്കുന്നു. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞല്ലേ എന്ന് ഈഹുവായി പറഞ്ഞെങ്കിലും നിനക്കിനി മറ്റൊരു വഴിയില്ല എന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് മാസ്റ്ററെ വരുത്തുന്നു. അദ്ദേഹം തൻ്റെ ദുഷ്ടശക്തി ഈഹുവായുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. ബോധം നഷ്ടപ്പെട്ട് അവൻ താഴേക്ക് വീഴുന്നുണ്ട്. അവൻ്റെ കഴുത്തിന് പുറകിലുണ്ടായിരുന്ന അടയാളം ഒന്നുകൂടി തെളിയുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ ഈഹുവായികൾ കണ്ണു തുറക്കുന്നുണ്ട്. പക്ഷേ പഴയ ഈഹുവായി അല്ല അത് എന്ന് ആ കണ്ണുകൾ കണ്ടാലറിയാം. സോൾ സപ്രസിംഗ് ഓർബിൽ തൊട്ടപ്പോൾ പരിക്കേറ്റ പാനർ സുഖം പ്രാപിച്ചു വരുന്നതേ ഉള്ളൂ. ടാനർ ഇപ്പോൾ ഉണരാത്തതിനാൽ അവൾക്ക് പകരമായി ടാൻ പാനറെ കാണാൻ പോകുന്നുണ്ടെങ്കിലും പാനർ അവളെ കാണാൻ കൂട്ടാക്കുന്നില്ല. പക്ഷേ ടാൻ ഇടിച്ചു കയറി അകത്തേക്ക് ചെന്നിട്ട് എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ കാണാൻ വന്നപ്പോൾ അത് ഉൾക്കൊള്ളാൻ പോലും നീ തയ്യാറല്ലേ എന്ന് ചോദിക്കുന്നു. ഒപ്പമുണ്ടായിരുന്ന യുഹാവയെ ടാൻ പുറത്തേക്ക് പറഞ്ഞയക്കുന്നു. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീയല്ലേ, ഇത് കണ്ട് ചിരിക്കാനാണോ നീ വന്നത് എന്ന് പാനർ അവളോട് ചോദിക്കുന്നു. ഒരിക്കലും ക്ഷമിക്കാനാകാത്ത തെറ്റ് ചെയ്തിട്ടും ഷെങ്ങിനോട് പറഞ്ഞ് ഞാൻ നിൻ്റെ ജീവൻ രക്ഷിച്ചില്ല, എന്നിട്ടും എന്നോടുള്ള ഈ സമീപനത്തിനൊരു മാറ്റവുമില്ല, എന്നെങ്ങനെ കൊല്ലാൻ തോന്നാനും മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്, ഞാൻ നിൻ്റെ സ്വന്തം അനിയത്തിയല്ലേ എന്നൊക്കെ ടാൻ ചോദിക്കുന്നു. കുട്ടിക്കാലം മുതൽ നിൻ്റെ ദയനീയമായ മുഖമാണ് എന്നെ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ മറ്റൊന്നിനേക്കാളും കൂടുതൽ ആഗ്രഹിച്ചത് ഈഹുവായിയാണ്. പക്ഷേ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ സ്നേഹം നേടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിനക്ക് മാത്രമേ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. നിനക്ക് ഷെങ്ങിൻ്റെ സ്നേഹവും ഈഹുവായുടെ സ്നേഹവും ഒരുപോലെ കിട്ടി, അതുകൊണ്ട് നീ ഇല്ലാതാകാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് പണ്ടർ പറയുന്നു. ഈ കാരണത്തിൻ്റെ പേരിൽ സ്വന്തം അനിയത്തെ കൊല്ലാനുള്ള മനസ്സ് തോന്നിയല്ലോ, ഇനി ഞാനവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ടാൻ തിരിഞ്ഞടക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് സംഗീത പരിപാടി നടന്നിടത്ത് ഷെങ്ങിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഞാനും അമ്മയും ശരിക്കും മറ്റൊരാളുടെ കരുക്കളായതാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാം പിന്നിൽ മറ്റൊരാളുടെ എന്ന് പറഞ്ഞ് പാനർ പേര് പറയാൻ തുടങ്ങിയപ്പോഴേക്കും എവിടെ നിന്നൊരു കത്തി പാഞ്ഞു വന്ന് പാനറുടെ കഴുത്തിൽ തറയ്ക്കുന്നു. ഉടൻ തന്നെ അവൾ മരിച്ചു വീഴുന്നു. ടാൻ വെപ്രാളത്തോടെ പുറത്തു വന്ന് യുഹാവയെ വിളിച്ചിട്ട് ആരാണ് ചെയ്തതെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുമെന്ന് പറയുന്നു. യുഹാവ വേഗം തന്നെ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്നറിയാൻ പോകുന്നുണ്ട്. ടാനർക്ക് വേണ്ടി നിങ്ങളുടെ സഹോദര ബന്ധം മെച്ചപ്പെടുത്താനാണ് ഞാൻ വന്നത്, ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് ടാൻ വിഷമത്തോടെ അവിടെ നിന്ന് പറയുന്നുണ്ട്. രാജമാതാവിൻ്റെ കുബുദ്ധിയായിരുന്നു ആക്രമണത്തിനില്ലെന്നാണ് പാനർ പറയാൻ തുടങ്ങിയത്. അവൾ ചതിക്കാൻ സാധ്യതയുണ്ട് എന്നറിയാമായിരുന്നതിനാൽ അവളെ നിരീക്ഷിക്കാൻ രാജമാതാവ് തൻ്റെ വിശ്വസ്തനെ ഏൽപ്പിച്ചിരുന്നു. അയാളാണ് പാനറെ വകവരുത്തിയത്. അയാൾ ഉടൻ തന്നെ വിവരം രാജമാതാവിനെ അറിയിക്കുന്നു. അവൾ ഈ മരണം ചോദിച്ചു വാങ്ങിയതാണ് എന്നവർ പറയുന്നു. ദുഷ്ടശക്തി ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച ഈഹുവായുടെ വേഷവും സ്വഭാവമെല്ലാം അടിമുടി മാറിയിരിക്കുന്നു. മുഖംമൂടിധാരികളുടെ മാസ്റ്ററെ കാണാൻ അവൻ തയ്യാറാണ് എന്നറിയിക്കുന്നതിനാൽ അവർ ശക്തി ഉപയോഗിച്ച് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നു. നിങ്ങൾ മനുഷ്യനാണോ പ്രേതമാണോ എന്ന് ഈഹുവായി ചോദിച്ചപ്പോൾ ഇപ്പോൾ എനിക്ക് നേരിട്ട് അവിടേക്ക് വരാൻ കഴിയുന്ന സാഹചര്യമല്ല, ഈ രീതിയിലൂടെ മാത്രമേ നിങ്ങളുമായി സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അയാൾ മറുപടി നൽകുന്നു. നിങ്ങൾക്ക് വേണ്ട സോൾ സപ്രസിംഗ് ഓർബ് ആൾറെഡി ഷെങ്ങിൻ്റെ കൈകളിൽ എത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് നേരിട്ട് അവനെ സമീപിച്ചാൽ പോരെ, എന്നെ ഇതിൽ ഇടപെടുത്തുന്നത് എന്തിനാണെന്ന് ഈഹുവായി ചോദിക്കുന്നു. യുവരാജാവിന് ഇപ്പോൾ പഴയ ശക്തിയല്ല ഉള്ളത്, ഞാൻ എൻ്റെ ശക്തി കൂടി താങ്കളുടെ ഉള്ളിൽ കടത്തിവിട്ടിട്ടുണ്ട്, ഇനി ഷെങ്ങിനെന്നല്ല ആർക്കും താങ്കളെ തോൽപ്പിക്കാൻ കഴിയില്ല. സംശയമുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കാൻ ഈഹുവായിയെ ആക്രമിക്കാൻ
മാസ്റ്റർ തൻ്റെ അനുയായികളോട് പറയുന്നു. അവർ അവനെ ആക്രമിച്ചെങ്കിലും നിസ്സാരമായി അവരെ പരാജയപ്പെടുത്താൻ കഴിയുന്നു. അയാൾ പറഞ്ഞ സത്യമാണെന്ന് ഈഹുവായിക്കും ബോധ്യം വന്നെങ്കിലും സോൾ സപ്രസിംഗ് ഓർബ് കൊണ്ട് എനിക്ക് പ്രയോജനമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്തിനാണ് അത് കൈക്കലാക്കാൻ സഹായിക്കുന്നത് എന്നവൻ ചോദിക്കുന്നു. രാജ്യം കൈക്കലാക്കാൻ ഞാൻ സഹായിക്കാം, പകരം എനിക്ക് ആവശ്യമുള്ള ആ ഓർബ് എനിക്ക് നേടിത്തന്നാൽ മതിയെന്ന് മാസ്റ്റർ പറഞ്ഞപ്പോൾ ഇവർ മുമ്പ് ഷെങ്ങിനെ ആക്രമിച്ച മുന്നറിയിപ്പ് നൽകിയത് കൊണ്ട് ഉടനെ ഒരു ആക്രമണം നടത്തുന്നത് ശരിയാവില്ല. ഞാൻ അവന് വേണ്ടി ഒരു കെണി ഒരുക്കാം, അതുവരെ കാത്തിരിക്കാൻ ഈഹുവായി പറയുന്നു. മാസ്റ്റർ സമ്മതിക്കുന്നുണ്ട്. തൻ്റെ പ്ലാൻ നടക്കുന്നതിൻ്റെ ഭാഗമായി ഈഹുവായി രാജാവിനെ കാണാൻ എത്തുന്നു. രാജാവ് വിളിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ഒരു വ്യാജ സന്ദേശം അയച്ച് രാജമാതാവിനെയും ഈഹുവായി അവിടെ എത്തിക്കുന്നു. ഞാനാണ് വ്യാജ സന്ദേശം അയച്ച് മുത്തശ്ശി അവിടെയൊക്കെ വരുത്തിച്ചത് എന്ന് പറഞ്ഞ് അവൻ ആദ്യം തന്നെ മുട്ടുകുത്തിരുന്ന് ക്ഷമ പറയുന്നു. കുട്ടിക്കാലം മുതലേ മുത്തശ്ശിക്ക് ഷെങ്ങിനോടാണ് പ്രത്യേക സ്നേഹമുള്ളത്. എന്നോട് ദേഷ്യം മാത്രമേ ഉള്ളൂ. ഷെങ്ങിന് നേരെയുണ്ടായ ആക്രമണങ്ങളുടെ എല്ലാം പിന്നിൽ ഞാനാണ് എന്നാണ് മുത്തശ്ശി കരുതുന്നത്. കൊട്ടാരത്തിനകത്തും പുറത്തുമെല്ലാം എല്ലാവരും അതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. എനിക്കിനി ഈ അവഗണന സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ യുവരാജസ്ഥാനം പിൻവലിച്ച് അത് ഷെങ്ങിന് തന്നെ നൽകിക്കോളാൻ ഈഹുവായി പറയുന്നു. പക്ഷേ രാജാവ് അത് കേട്ട് വളരെയധികം ദേഷ്യപ്പെടുന്നു. ഒരുപാട് നാളത്തെ ആലോചനയ്ക്ക് ശേഷമാണ് യുവരാജാവിനെ തീരുമാനിച്ചത്. അത് നിനക്കിങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം വേണ്ടെന്ന് വയ്ക്കാൻ കഴിയില്ല, അത് രാജനിന്ദയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഈഹുവായോട് ദേഷ്യപ്പെട്ടപ്പോൾ യുവരാജാവിന് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത്, ഇങ്ങനെ ദേഷ്യപ്പെടലുണ്ടോ എന്ന് രാജമാതാവ് അദ്ദേഹത്തോട് ചോദിക്കുന്നു. പക്ഷേ എനിക്കതിന് കഴിയില്ല, ഇനി ഇങ്ങനെ ഒരു ആവശ്യം എൻ്റെ മുന്നിൽ വെച്ച് പറയരുതെന്ന് രാജാവ് തീർത്ത് പറയുന്നു. ഈഹുവായി ഉടൻ ചാടി എണീറ്റ് അവിടെ സൂക്ഷിച്ചിരുന്ന ഒരു വാളെടുത്ത് സ്വന്തം കഴുത്തിന് നേരെ പിടിച്ചിട്ട് യുവരാജസ്ഥാനം ഉപേക്ഷിക്കാൻ ഞാൻ ആത്മാർത്ഥമായാണ് ആഗ്രഹിക്കുന്നത്, അങ്ങതിനെ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതവും അവസാനിപ്പിക്കുമെന്ന് പറയുന്നു. നീ എന്തിനാണെന്ന് ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത് എന്ന് രാജാവ് ചോദിച്ചപ്പോൾ നീ എന്താണ് ഇത്ര വാശി പിടിക്കുന്നത്, ഷെങ്ങിനെ യുവരാജാവിൽ പ്രശ്നം തീരില്ല എന്ന് രാജമാതാവ് ചോദിക്കും. ഷെങ്ങിന് അധികം ആയുസില്ല എന്ന വിവരം ആദ്യ ചക്രവർത്തി എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് ദുഷ്ടശക്തികളുടെ മാസ്റ്റർ പറഞ്ഞത് ഈഹുവായി അപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്. രാജാവിൻ്റെ വായിൽ നിന്ന് തന്നെ അത് പുറത്തു കൊണ്ടുവരാനാണ് അവൻ ഈ നാടകം മുഴുവൻ കളിച്ചത്. അവസാനം അവൻ പ്രതീക്ഷിച്ചത് തന്നെ നടക്കുന്നു. ഷെങ്ങിനെ രാജ്യം ഏൽപ്പിക്കാൻ കഴിയില്ല, അവന് 25 വയസ്സ് വരെ ആയുസുള്ളൂ എന്ന് അച്ഛൻ ഇവിടം വിട്ടു പോകുന്നതിന് മുമ്പ് എന്നോട് രഹസ്യമായി പറഞ്ഞിരുന്നു. അത് സത്യമായിരിക്കരുത് എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ അച്ഛനെക്കുറിച്ച് എന്നേക്കാൾ നന്നായി അറിയാവുന്ന അമ്മയ്ക്ക് തന്നെയല്ലേ, അദ്ദേഹം വെറും വാക്കുകൾ പറയാറില്ലല്ലോ എന്ന് രാജാവ് പറയുന്നു. രാജമാതാവ് ആ സത്യം പറഞ്ഞ് ആകെ തളർന്നു പോകുന്നുണ്ട്. രാജാവ് ഈഹുവായുടെ കയ്യിൽ നിന്ന് പതുക്കെ ആയുധം വാങ്ങിക്കളയുന്നു. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് നീ ഒരുപാട് സഹിക്കേണ്ടി വന്നു എനിക്കറിയാം, പക്ഷേ രാജ്യത്തിൻ്റെ സുരക്ഷിതമായ ഭാവിക്ക് എനിക്ക് രാജ്യം നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കാൻ കഴിയൂ എന്ന് പറയുന്നു. ഇന്നിങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കിയത് എൻ്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും നിറവേറ്റിക്കൊള്ളാം എന്നവൻ വാക്ക് കൊടുക്കുന്നു. രാജമാതാവിന് തിരികെ മടങ്ങാനുള്ള ശക്തി പോലും ബാക്കിയുണ്ടായിരുന്നില്ല. അവരുടെ വിശ്വസ്തൻ താങ്ങി പിടിച്ചാണ് അവരെ അവിടെ നിന്ന് കൊണ്ടുപോയത്. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഈഹുവായി അവരുടെ പുറകെ ചെന്നപ്പോൾ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി എനിക്ക് ഒന്നിനെക്കുറിച്ചും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് രാജമാതാവ് താല്പര്യം കാണിക്കാതെ പോയെങ്കിലും ഷെങ്ങിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരു വഴി എനിക്കറിയാം എന്ന് ഈഹുവായി പറയുന്നത് കേട്ട് എന്താണത് എന്ന് ചോദിച്ച് പ്രതീക്ഷയോടെ അവർ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.